സ്റ്റോക്ക് ടേക്കിംഗ്. എടാ ഇൻവെൻട്രി ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്റ്റോക്ക് ടേക്കിംഗ്. ലാസ്റ്റ് ടോപ്പിക്, വേറെ ഒന്നുമില്ല കേട്ടോ. നൗ ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോബ്ലംസ്. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ, കൺസെപ്റ്റ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ടേക്കിങ്ങിൻ്റെ ഒരു ഇത് പ്രാക്ടിക്കലൊന്നും ഇല്ല കേട്ടോ. ലൈക്ക് ഇത് പ്രാക്ടിക്കലൊന്നും ഇല്ല, കാരണം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ടോപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇത് ചോദിക്കും, ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൻ്റെ സ്റ്റോറി എന്താ വെച്ചാൽ 31 മാർച്ച് 2025 ആണ് നമ്മളെ ഇയർ എൻഡ് ഡേറ്റ്. അപ്പോൾ അന്നത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ നമ്മൾ എടുക്കേണ്ടത്, എവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ ബാലൻസ് ഷീറ്റിലും പിയാനോ ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ കാണിക്കാൻ വേണ്ടി അന്നാണ് സ്റ്റോക്ക് എടുക്കേണ്ടത്. അപ്പോൾ അന്ന് നിനക്ക് എന്താണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് എടുക്കുന്ന സ്റ്റോർ മാനേജർക്ക് എന്തെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വല്ല അസുഖമോ അല്ലെങ്കിൽ വല്ല പനിയോ അല്ലെങ്കിൽ പുള്ളി വേറെ ഏതോ ഔട്ട് സ്റ്റോപ്പ് സ്റ്റേഷനൊക്കെ ആയി നമുക്ക് 31 മാർച്ചിന് സ്റ്റോക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഏപ്രിൽ 15-നാണ് സ്റ്റോക്ക് എടുത്തത്. അപ്പോൾ ഏപ്രിൽ 15-ന് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ എന്നത്തെ സ്റ്റോക്ക് അങ്ങ് കിട്ടുക? എടാ ഏപ്രിൽ 15-ന് സ്റ്റോക്ക് എടുത്താൽ നിങ്ങൾക്ക് എന്നത്തെ സ്റ്റോക്കാണ് കിട്ടുക? ഏപ്രിൽ 15-ന് സ്റ്റോക്കാണ് കിട്ടുക. 31 മാർച്ചിന് സ്റ്റോക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ നിങ്ങളെ സ്റ്റോറിൻ്റെ മുന്നിൽ ബോർഡ് വെച്ചു, ഏത് ഞാൻ മറ്റേ സ്റ്റോർ മാനേജർക്ക് സ്റ്റോക്ക് എടുക്കാനായിട്ടില്ല, 15 ദിവസം ഞങ്ങൾ പ്രവർത്തിക്കുന്നതല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ ആൾക്കാർ വേറെ കട പോയി തപ്പും, അതുപോലെ അവരവിടുത്തെ കസ്റ്റമറാവും, പിന്നെ അതുപോലെ തന്നെ അവരെനിക്ക് നഷ്ടപ്പെടും. അപ്പോൾ അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിൽ കണ്ടിന്യൂ ദ ഓപ്പറേഷൻ. നമ്മൾ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് നമ്മൾ ഏപ്രിൽ 15-ന് സ്റ്റോക്ക് എടുക്കും. ഏപ്രിൽ 15-ന് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആ സ്റ്റോക്കിനെ എന്നത്തെ സ്റ്റോക്കിലോട്ട് കൊണ്ടുവരും? 31 മാർച്ചിലോട്ട് നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി എങ്ങനെ സ്റ്റോക്ക് എടുത്തത്? മുന്നേ ആണോ ശേഷമാണോ സ്റ്റോക്ക് എടുത്തത്? ശേഷം. പ്രീ ടേക്കിംഗ് ആണോ പോസ്റ്റ് ടേക്കിംഗ് ആണോ? പോസ്റ്റ് ടേക്കിംഗ്. ഇതിനെ പറയുന്ന പേര് പോസ്റ്റ് ടേക്കിംഗ്. അപ്പോൾ പോസ്റ്റ് ടേക്കിങ്ങിൽ നമ്മൾ ഇൻവെൻട്രി സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നില്ലാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഏപ്രിൽ 15-ന് നമ്മൾ സ്റ്റോക്ക് എടുത്തപ്പോൾ 1000 ക്വാണ്ടിറ്റി ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ മാർച്ച് 31-നും ഏപ്രിൽ 15-നും ഇടയ്ക്ക് 300 യൂണിറ്റ് വിറ്റു. അതിൽ 40 യൂണിറ്റ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റ് എമൗണ്ട് നമ്മൾ എത്ര വിറ്റേ പറഞ്ഞത്? നെറ്റ് ക്വാണ്ടിറ്റി നമ്മൾ എത്ര വിറ്റേ? എടാ നെറ്റ് ക്വാണ്ടിറ്റി എത്ര വിറ്റേ? 300 ക്വാണ്ടിറ്റി സെല് ചെയ്ത് 40 ക്വാണ്ടിറ്റി ഇങ്ങോട്ട് തിരിച്ചു വന്നാലേ നെറ്റ് ക്വാണ്ടിറ്റി നമ്മൾ എത്ര വിറ്റേ? 260. ഇനി 31 മാർച്ചിനും ഏപ്രിൽ 15-നും ഇടയ്ക്ക് നമ്മൾ 200 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു. അതിൽ 50 ക്വാണ്ടിറ്റി അങ്ങോട്ട് തന്നെ കൊണ്ടേ കൊടുത്തു. അപ്പോൾ നെറ്റ് ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്തത് എത്ര? 150. എടാ എത്ര പർച്ചേസ് ചെയ്തേ? 150. എടാ എത്ര പർച്ചേസ് ചെയ്തേ? 150. എടാ 150. അപ്പോൾ നിങ്ങൾ പറ, നമ്മളെങ്ങനെ ഇൻവെൻട്രി കാണുക? 1000 ക്വാണ്ടിറ്റി പറഞ്ഞാൽ എന്നത്താണ്? ഏപ്രിൽ 15-ന് അല്ലേ? മാർച്ച് 31-നും ഏപ്രിലിന് ഇടയ്ക്ക് നടന്ന സെയിൽ 260 അപ്പോൾ ഇത് 31 മാർച്ചിന് ഇൻവെൻട്രി കാണുമ്പോൾ ഈ സെയിൽസിനെ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? കാരണം ഇങ്ങോട്ട് നോക്ക് 31 മാർച്ചിന് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഒക്കെ നടന്നത് 31 മാർച്ചിനും ഏപ്രിൽ 15-നും ഇടയ്ക്കാണ് അല്ലേ? 31 മാർച്ചിന് ഈ ഗുഡ്സ് ഉണ്ട്, എന്നാൽ ഏപ്രിൽ 15 ആയപ്പോഴേക്ക് ഇവർ വിറ്റു. അപ്പോൾ ഈ 1000-നകത്ത് 260 ഉണ്ടോ? ഇല്ല. പക്ഷേ ഈ 31 മാർച്ചിന് സ്റ്റോക്കിന് അവരില്ലേ? അപ്പോൾ അവർ ആഡ് ആണോ ലെസ് ആണോ ചെയ്യേണ്ടത്? പറ. ആഡ് ചെയ്യണം. ആഡ് ചെയ്യണ്ടേ? അടുത്ത ലോജിക്ക്, 31 മാർച്ചിന് ഇല്ലാത്ത ഗുഡ്സ് നമ്മൾ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 15 വരെ വാങ്ങിക്കൂട്ടിയ ഗുഡ്സാണ് 150. അപ്പോൾ ഈ 150 ഏതിനകത്തുണ്ട്? ഈ 1000-നകത്തുണ്ട്. പക്ഷേ മാർച്ച് 31-ന് അവരില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ലെസ് ചെയ്യണം. അപ്പോൾ ഈ 1000 ക്വാണ്ടിറ്റിൻ്റെ കൂടെ 260 ആഡ് ചെയ്തിട്ട് 150 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര കിട്ടുക? ഹൗ മച്ച് ആർ യു ഗോയിങ് ടു ഗെറ്റ്? 1110 അല്ലേ? അല്ലേ? ഈ 1110 സ്റ്റോക്ക്. എന്നത്തെ സ്റ്റോക്ക്? മാർച്ച് 31-ന് സ്റ്റോക്ക്. ഈ സ്റ്റോക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്നാ സ്റ്റോക്ക് എടുത്തത്? 15th ഏപ്രിൽ. പക്ഷേ നിങ്ങൾക്ക് എന്നത്തെ സ്റ്റോക്കാണ് കാണേണ്ടത്? 31 മാർച്ചിന്. അത് നിങ്ങൾ എന്താ ചെയ്തത്? അതിനിടയ്ക്ക് നടന്ന സ്റ്റോക്ക് റിലേറ്റഡ് ട്രാൻസാക്ഷൻസിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതേ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ 1110 സ്റ്റോക്ക് കണ്ടല്ലോ, ഇത് എന്നത്തെ സ്റ്റോക്കാണ്? 31 മാർച്ചിന്. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? അതിന് ശേഷം നിങ്ങൾ 150 ക്വാണ്ടിറ്റി വാങ്ങി. ഒന്ന് ആഡ് ചെയ്തേ. 1110-ന്റെ കൂടെ 150 ആഡ് ചെയ്തേ. പിന്നെ മാർച്ച് 31-ന് ശേഷം നിങ്ങൾ 260 ക്വാണ്ടിറ്റി ലെസ്സും ചെയ്തു. ലെസ്സല്ല, സെയിലും ചെയ്തു. എന്നിട്ട് -260 അടിച്ച്. -260 1110 + 150 -260 = 1000 ക്വാണ്ടിറ്റി അല്ലേ? മാച്ച് ആവണില്ലേ? നിങ്ങൾ 31 മാർച്ചിന് നിങ്ങളുടെ കയ്യിൽ 1110 ക്വാണ്ടിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു 150 ക്വാണ്ടിറ്റി വാങ്ങിയപ്പോൾ അത് ആഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? 260 ക്വാണ്ടിറ്റി നിങ്ങൾ സെല് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഏപ്രിൽ 15-ന് നിങ്ങൾക്ക് എത്ര സ്റ്റോക്ക് കിട്ടും? 1000 സ്റ്റോക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ സ്റ്റോക്ക് എടുത്തത് ഒരു ഡേറ്റിന്, സ്റ്റോക്ക് എടുത്തൊരു ഡേറ്റിന്, പക്ഷേ സ്റ്റോക്ക് കാണേണ്ടത് വേറെ ഡേറ്റിന്. അപ്പോൾ അങ്ങനെ നമുക്ക് കൺവീനിയൻസിലെ ഡേറ്റിന് സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് ഏത് ദിവസത്തെ സ്റ്റോക്കാണ് നമുക്ക് കാണേണ്ടത് അതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റോക്ക് ടേക്കിംഗ്. ഇവിടെ പ്രീ ടേക്കിംഗാ പോസ്റ്റ് ടേക്കിംഗാ? പോസ്റ്റ്. ഡേറ്റ് കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് എടുത്തത്. ഞാൻ വേറെ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്ക്, ലിസൺ കെയർഫുള്ളി. എക്സാമ്പിൾ 5.
കോസ്റ്റ് പറഞ്ഞാൽ 10, സെല്ലിംഗ് പ്രൈസ് 15. അണ്ടർസ്റ്റാൻഡ് ഈ ഒരു എക്സാമ്പിളോട് കൂടെ ദിസ് വിൽ ബി പക്ക ഫോർ യു. ശരിക്കും നോക്ക്, 1000 യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക് ഓൺ 15th April, 15th April 10,000 യൂണിറ്റ് സ്റ്റോക്കിലുണ്ട്. 31 മാർച്ചിനും 15 ഏപ്രിലിനും ഇടയിൽ നടന്ന ട്രാൻസാക്ഷൻ 4000 യൂണിറ്റ് വിറ്റു, 5000 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. 100 യൂണിറ്റ് സ്റ്റോക്കിലുള്ള ഡിഫക്റ്റീവാണ്, ഓലെ നമുക്ക് 8 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ എന്താ പ്രശ്നം? 100 യൂണിറ്റ് സ്റ്റോക്കിലുള്ള ഡിഫക്റ്റീവാണ്, അവർ നമുക്ക് 8 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഗുഡ്സിൻ്റെ കോസ്റ്റ് എത്ര? സാധാരണ നോർമലി 10. സാധാരണത്തെ സെല്ലിംഗ് പ്രൈസ് എത്ര? നോർമലി സെല്ലിംഗ് പ്രൈസ് 15. പക്ഷേ ഈ 2 യൂണിറ്റ് 100 യൂണിറ്റ് ഉണ്ടല്ലോ, ഈ 100 യൂണിറ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര? 8. സാധാരണ 15 ഉള്ളത്, കോസ്റ്റ് 10 ഉള്ളത്, ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 8 ആണ്. അപ്പോൾ 8 ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് 10 ആണ്, NRV 8 ആണ്. അപ്പോൾ ഏതിലാണ് നമ്മൾ വാല്യൂ ചെയ്യുക? കോസ്റ്റ് 10-ലാണോ NRV 8-ലാണോ? ഇതിലെ വാല്യൂ ചെയ്യുക NRV 8. ഇതിന് നമ്മൾ പറയുന്നൊരു പേരുണ്ട്, എന്ത്? അബ്നോർമൽ ഗുഡ്സ്. അവിടെ എന്തെന്നാ പറയുക? അബ്നോർമൽ ഗുഡ്സ്. അപ്പോൾ നമ്മളെങ്ങനെ ഇൻവെൻട്രി വാല്യൂ ചെയ്യുക? പറ. ഇൻവെൻട്രിൻ്റെ വാല്യൂ ചെയ്യുക? പറ. സിമ്പിൾ സാധനം. 10,000 ക്വാണ്ടിറ്റിയാണ് 15th ഏപ്രിലിനുള്ളത്. എടാ ശരിയല്ലേ? മറ്റേ മാർച്ച് 1 മുതൽ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 15 വരെ എത്ര ക്വാണ്ടിറ്റി നമ്മൾ വിറ്റു? 4000 ക്വാണ്ടിറ്റി. എടാ 4000 ക്വാണ്ടിറ്റി വിറ്റില്ലേ? ഈ 4000 ക്വാണ്ടിറ്റി മാർച്ച് 31 ഉണ്ട്, ഏപ്രിൽ 15 ഇല്ല. അപ്പോൾ അവർ ആഡാ ലെസ് ചെയ്യണ്ടേ? ഈ 4000 ക്വാണ്ടിറ്റി ആഡാ ലെസ് ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. ഈ 4000 ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ പർച്ചേസ് 5000 എന്ന് പറഞ്ഞാൽ മാർച്ച് 31 ഓലെ വാങ്ങിയിട്ടില്ല, പക്ഷേ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 15 വരെ അവരെ വാങ്ങിയിട്ടുണ്ട്. മാർച്ച് 31 അവരില്ല. അപ്പോൾ മാർച്ച് 30 സ്റ്റോക്ക് കാണുമ്പോൾ ഏപ്രിൽ 15 സ്റ്റോക്കിൽ നിന്നും ഈ 5000 ക്വാണ്ടിറ്റിനെ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ആഡ് ചെയ്യണോ ലെസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്? പറഞ്ഞേ. ടോട്ടൽ ഇപ്പോൾ എത്ര സ്റ്റോക്ക്? 9000. ഒരു മിനിറ്റ്. ഈ 9000 ആണ് സ്റ്റോക്ക്. എന്നത്തെ സ്റ്റോക്ക്? പറഞ്ഞേ. ഈ 9000 ആണ് എന്നത്തെ സ്റ്റോക്ക്? 31 മാർച്ചിൻ്റെ സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് എങ്ങനെയാണ്? പറ. 9000-നകത്ത് 100 ക്വാണ്ടിറ്റി നമ്മൾ ഏതിൽ വാല്യൂ ചെയ്താൽ മതി? 8-ൽ വാല്യൂ ചെയ്താൽ മതി. എടാ ശരിയല്ലേ? കാരണം അവരെ NRV 8 ആണ്, കോസ്റ്റിനേക്കാൾ കുറവ്. അപ്പോൾ 100 × 8 പറഞ്ഞാൽ എത്ര? 800. ഇനി ബാക്കി എത്ര ഉണ്ട്? 9000-ൽ 100 പോയി കഴിഞ്ഞാൽ 8900. അത് ഏതിൽ വാല്യൂ ചെയ്താൽ മതി? 10-ൽ. അപ്പോൾ എത്ര? 89,000. അപ്പോൾ എത്ര വരിക? 89,800. 89,800. നോക്കിയേ, ഇവിടെ ഇവർ നടത്തിയ കാൽക്കുലേഷൻ നോക്കിയൊക്കെ. ഇതൊന്ന് നോക്കിയേ. അതിൽ സൂം ഇൻ ഒന്ന് വായിച്ചത്. ഇവരെന്താ ചെയ്തേ? സ്റ്റോക്ക് ഓൺ 15th April. എടാ 15th Aprilലെ സ്റ്റോക്ക് പറഞ്ഞാൽ 10,000 × 10 1 lakh. എടാ 10,000 × 10 1 lakh. എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു? കോസ്റ്റ് ഓഫ് സെയിൽ ആണ് വിറ്റ സാധനത്തിൻ്റെ സെയിൽസ്. വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ്. വിറ്റ ഗുഡ്സ് എത്ര? എടാ എത്ര ഗുഡ്സ് നമ്മൾ വിറ്റത്? 4000. അതിൻ്റെ കോസ്റ്റ് പറഞ്ഞാൽ എത്ര? 10. 4000 × 10 40,000. അപ്പോൾ അത് 31 മാർച്ചിനുണ്ട്, 15 ഏപ്രിൽ ആയപ്പോഴേക്ക് വിറ്റുപോയി. അപ്പോൾ 31 മാർച്ചിൻ്റെ സ്റ്റോക്ക് കാണുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി പിന്നെ 31 മാർച്ചിന് ഇല്ലാത്ത 15 ഏപ്രിൽ ആയപ്പോഴേക്കും നമ്മൾ വാങ്ങിയ ഗുഡ്സ് ഉണ്ട്. അതിൻ്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യണം, ലെസ് ചെയ്യണം. കോസ്റ്റ് ഓഫ് പർച്ചേസ് നമ്മൾ ലെസ് ചെയ്തു. എന്നിട്ട് ഡിഫക്റ്റീവ് ഗുഡ്സ് ഉണ്ട്. ഇപ്പം എല്ലാം കോസ്റ്റിലാണ്, പക്ഷേ കോസ്റ്റത്തെ എത്ര എമൗണ്ടാണ് ഡിഫക്റ്റീവ് ഗുഡ്സ് ആയത് കാരണം നമ്മൾ കുറക്കേണ്ടത്? 100 യൂണിറ്റിന്മേ 10 രൂപ കോസ്റ്റ് ഉള്ളത് 8 രൂപയിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ എത്ര രൂപയാണ് ആക്ച്വലി കോസ്റ്റ് എന്ന് കുറക്കേണ്ടത്? ഒരു പ്രൊഡക്റ്റിന്മേ 2 രൂപ വെച്ചിട്ട് 100 പ്രൊഡക്റ്റിന്മേ എത്ര രൂപ കുറക്കണം? 200. അത് സ്റ്റോക്ക് നമ്മൾ കുറച്ചു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയത്? 89,800 കിട്ടിയത്. സോ ലുക്ക്, ഇവിടെ 2 ഡയമെൻഷനിലാണ് നമ്മൾ കണ്ടത്. ഞാൻ ഒരു ടൈപ്പ് യൂണിറ്റ്സിൽ കണ്ടു, നിങ്ങൾ ഈ ടൈപ്പിൽ കണ്ടു. ഇതിൽ ഫസ്റ്റ് മെത്തഡാ സെക്കൻഡ് മെത്തഡാ നിങ്ങൾക്ക് ഈസി ആയി തോന്നിയത്? ഫസ്റ്റാ സെക്കൻഡാ? എന്നാൽ അതല്ല നിങ്ങൾ പഠിക്കേണ്ടത്, ഇതാ പഠിക്കേണ്ടത്. ഇതാണ് എക്സാമിന് വരിക. ഒന്ന് സ്ഥലം കയറ്റിക്കേ. സ്റ്റോക്ക് ടേക്കിംഗ്.